ആറ്റിങ്ങലിലെ പോലീസ് ഉദ്യോഗസ്ഥർ റിയൽ എസ്റ്റേറ്റ് മണ്ണ് മാഫിയയുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നുവെന്ന് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി. സുധീർ. ആറ്റിങ്ങലിലെ പോലീസ് മണ്ണ് മാഫിയ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച ആറ്റിങ്ങൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനുള്ള സാഹചര്യത്തെ പറ്റി വളരെ പെട്ടെന്നാണ് യുവമോർച്ചയും ഭാരതീയ ജനതാ പാർട്ടിയും ഒരു ദിവസത്തെ ഇടവേളയിലാണ് ഈ ഒരു പ്രതിഷേധ പരിപാടി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് സംഘടിപ്പിച്ചു. ഇതിന്റെ സാഹചര്യം എല്ലാവർക്കും വ്യക്തമാണ്. ആറ്റിങ്ങൽ മേഖലയിൽ വ്യാപകമായി നമ്മുടെ ഈ നാടിനെ നശിപ്പിക്കുന്ന തരത്തിൽ ആറ്റിങ്ങൽ മേഖലയിലെ സർവനാശത്തിന് ഇടവരുത്തുന്ന രീതിയിൽ വ്യാപകമായ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും മണ്ണിട്ട് നികത്തുന്ന മാഫിയ പ്രവർത്തനം നടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സംരക്ഷിക്കാനുള്ള അതിശക്തമായിട്ടുള്ള നിയമങ്ങൾ, നിയമങ്ങൾ അതിശക്തമായിട്ടുള്ള നിയമങ്ങൾ 2008 സംസ്ഥാന സർക്കാർ പാസാക്കിയ തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമം ഇവിടെയുണ്ട്. 2017-18 വരെ ആ നിയമത്തെ ശക്തിപ്പെടുത്താൻ വിവിധ ഭേദഗതികൾ ഈ സംസ്ഥാനത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. പോലീസ് അധികാരികൾക്ക് അധികാരമുണ്ട്. മുനിസിപ്പാലിറ്റി അധ്യക്ഷനും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർക്കും കൃഷി ഓഫീസർക്കും ഇവർക്കെല്ലാം അധികാരമുണ്ട് തടയാൻ വേണ്ടി. പക്ഷേ ഈ അധികാര സ്ഥാനങ്ങളെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ട് കഴിഞ്ഞ എത്രയോ മാസങ്ങളായി, ഇപ്പോ അതിവ്യാപകമായി എത്രയോ മാസങ്ങളായി ആറ്റിങ്ങൽ മേഖലയിൽ വ്യാപകമായിട്ടുള്ള അനധികൃതമായിട്ടുള്ള ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള നിലം നികത്തലും മണ്ണെടുപ്പ് തുടരുകയാണ്. ഈ തടയാനുള്ള പോലീസ് സംവിധാനം ഇന്ന് ഈ നാട്ടിലില്ലാത്ത സാഹചര്യം, ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സാഹചര്യം. ഇന്ന് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് യുവമോർച്ചയും ഭാരതീയ ജനതാ പാർട്ടിയും വരാനുണ്ടായ സാഹചര്യം ഈ നാടിനെ തകർക്കാൻ നിൽക്കുന്ന രാഷ്ട്രീയ റിയൽ എസ്റ്റേറ്റ് മണ്ണ് മാഫിയക്കാരുടെ ഏജന്റായി ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇന്ന് നമുക്ക് മുന്നിലുള്ളതുകൊണ്ടാണ്. ഈ നാട്ടിലെ റിയൽ എസ്റ്റേറ്റുകാരുടെയും മണ്ണ് മാഫിയക്കാരുടെയും ഏജന്റുമാരായി ഇവിടുത്തെ ഡിവൈഎസ്പി, അതിനുശേഷം പകരം ചാർജ് പറഞ്ഞയാൾ SHO, SI മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരും
മണ്ണ് മാഫിയക്കാരുടെ ഏജന്റുമാരായി മാറി. ഇത്രയും ഗതികെട്ട നാലുകെട്ട പോലീസ് സംവിധാനം ഈ നാട്ടിലില്ല എന്ന് പറയുന്നത് ഈ നാട്ടിലെ മണ്ണ് കച്ചവടക്കാരുടെയും ഈ നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് മാഫിയക്കാരുടെയും അച്ചാരമാക്കി ഈ നാടിനെ നശിപ്പിക്കാനാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുകെട്ടുന്നവർക്ക് അടിമറിച്ചു തരാൻ സമ്മതിക്കില്ല എന്നാണ് യുവമോർച്ചയുടെ BJP നിലപാട്. അത് മുഖത്ത് നോക്കി പ്രഖ്യാപിക്കാനാണ് ഇന്ന് BJP യുവമോർച്ചയും ഈ പോലീസ് സ്റ്റേഷൻ നിലയിലേക്ക് വന്നിട്ടുള്ളത്. ആറ്റിങ്ങൽ മേഖലയിൽ വ്യാപകമായി തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമം ലംഘിച്ചുകൊണ്ടുള്ള നിയമവിരുദ്ധമായ നിലം നികത്തലാണ് നടക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതുവരെ യാതൊരു നടപടികളും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നും ആറ്റിങ്ങൽ സ്റ്റേഷൻ ഭരിക്കുന്നത് മണ്ണ് മാഫിയയും CPM നേതാക്കളുടെയും നഗരസഭാ ചെയർമാൻ്റെയും നിയമവിരുദ്ധമായ ഒത്താശയോടെയാണ് നിലം നികത്തലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമവിരുദ്ധമായി കൊണ്ടിട്ട മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യുന്നതുവരെ പ്രക്ഷോഭ സമരം തുടരുമെന്നും സുധീർ പറഞ്ഞു. പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് SR രജികുമാർ ത്രിതല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വ്യാപകമായ നമ്മുടെ വയലോരങ്ങൾ നമ്മുടെ ഈ പ്രദേശങ്ങളിലെ വയലോര പ്രദേശങ്ങളിൽ മണ്ണ് മാഫിയയുടെയും അതിന് ഒത്താശ ചെയ്തുകൊണ്ട് സാധാരണ വില്ലേജ് ഓഫീസിൽ നിന്നും കൃഷിഭവനിൽ നിന്നുമൊക്കെ പോലീസിൽ പരാതി പറഞ്ഞതിന് ശേഷം ആ പരാതിക്ക് മേൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ JCB കസ്റ്റഡിയിൽ എടുത്തിട്ട് 24 മണിക്കൂറിനകം തന്നെ ആ വാഹനം തന്നെ തിരിച്ചുപോയി അവിടെ മണ്ണ് നിർത്തുന്ന തരത്തിലേക്ക് തരം താഴ്ന്നു പോയിരിക്കുകയാണ് ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ. വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും ഒക്കെ പറയുന്നത് ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള കാര്യം കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല. അത് കൈകാര്യം ചെയ്യേണ്ടത് ഇവിടുത്തെ ആറ്റിങ്ങൽ പോലീസാണ്. ആ പോലീസ് ഒരു ലോഡ് മണ്ണിന് പാർട്ടിക്കാർക്ക് ഇത്ര, CIക്ക് ഇത്ര, DSPക്ക് ഇത്ര, അന്നത്തെ ചാർജുള്ള ആളിന് ഇത്ര എന്ന കണക്കിന് മണ്ണ് മാഫിയ കൊടുത്തുകൊണ്ട് യാതൊരു നിയമങ്ങളും പാലിക്കാതെ ഈ ആറ്റിങ്ങൽ പ്രദേശത്ത് മണ്ണ് മാഫിയയുടെ കേന്ദ്രമായി ഇന്ന് മാറിയിരിക്കുകയാണ്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സൂര്യകൃഷ്ണൻ, ദേശീയ കൗൺസിൽ അംഗം തോട്ടയ്ക്കാട് ശശി, BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇലകമൺ സതീശൻ, രാജേഷ് മാധവൻ, യുവമോർച്ച നേതാക്കളായ ജിഷ്ണു ഗോവിന്ദ്, സജി നെടുമങ്ങാട്, ആനന്ദ് മോഹൻ, അനന്തു, രൂപേഷ് തുടങ്ങിയവർ മാർച്ചിനും തുടർന്ന് നടന്ന ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.